തിരുവനന്തപുരത്ത് വെച്ച് പിടിയിലായ സാദിഖ് ഭാഷയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. സാദിഖ് ഭാഷ എന്ന തീവ്രവാദിയുടെ വേരുകൾ അതിശക്തമാണ്. കളിയിക്കാവിളിയിൽ സ്പെഷ്യൽ എസ്ഐയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളുമായി അടുത്ത ബന്ധം സാദിഖ് ഭാഷയ്ക്കുണ്ട്. ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യ, ഖിലാഫത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഇന്റലക്ച്വൽ സ്റ്റുഡന്റ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ പേരിലായിരുന്നു സാദിഖ് ഭാഷയുടെ ഇടപെടലുകൾ. കളിയിക്കാവിളി സംഭവത്തിന്റെ സൂത്രധാരൻ അൽ ഉമ തലവൻ മെഹബൂബ് ഭാഷയുമായി അടുത്ത ബന്ധവും ഇയാൾക്കുണ്ടായിരുന്നു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വലിയ ഒരുക്കങ്ങൾ ഭീകരർ നടത്തിയിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പാങ്ങോട് സൈനിക താവളം എന്നിവ ആക്രമിക്കുകയും ലക്ഷ്യമായിരുന്നു. മുസ്ലിം ഇതര സമുദായങ്ങൾക്കിടയിൽ ഭീതി പരത്താൻ പ്രമുഖ സമുദായ നേതാവിനെയും രാഷ്ട്രീയ നേതാവിനെയും വധിക്കാനും പദ്ധതിയുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ഭാഷയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ പലതവണ സാദിഖ് ഭാഷയും സംഘവും സന്ദർശനം നടത്തിയിരുന്നു. സംഘത്തിൽപ്പെട്ട മുസ്ലിം യുവതി ഉത്സവ സമയത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് പിടിക്കപ്പെട്ടിരുന്നു. എന്നാൽ കാര്യമായ അന്വേഷണമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. കേരളത്തിന്റെ തലസ്ഥാനം ഭീകരരുടെ ലക്ഷ്യസ്ഥാനവും സുരക്ഷിത കേന്ദ്രവുമാണെന്നതിന് കൂടുതൽ തെളിവ് നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം മുന്നിലും പിന്നിലും പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച കാറിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന സംഘം വട്ടിയൂർക്കാവിൽ അറസ്റ്റിലായ സംഭവം. 2022 ഫെബ്രുവരിയിൽ മയിലാട്ടം തുറക്കടുത്തുള്ള നിഡൂരിൽ വെച്ച് പോലീസുകാരെ അപകടപ്പെടുത്തി സാദിഖും സംഘവും രക്ഷപ്പെട്ടിരുന്നു. സാദിഖും ഒപ്പമുണ്ടായിരുന്ന 4 പേരും സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ വാഹനം ഉപയോഗിച്ച് പോലീസിനെ ഇടിച്ചു തെറിപ്പിച്ചു. പിന്നീട് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായ സാദിഖ് ഭാഷ ജയിലിലായി. ഐഎസിന് വേണ്ടി ധനസമാഹരണം നടത്തിയെന്ന കേസിൽ എൻഐഎ 7 സംസ്ഥാനങ്ങളിലെ 13 കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്തിയപ്പോൾ സാദിഖ് ഭാഷ താമസിച്ചിരുന്ന വട്ടിയൂർക്കാവിലെ വീടും ഉൾപ്പെട്ടിരുന്നു. വട്ടിയൂർക്കാവ് തോപ്പുമുടിയിലെ ഭാര്യാഗൃഹത്തിൽ നടത്തിയ റെയ്ഡിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഹാർഡ് ഡിസ്ക്, സിം എന്നിവ കണ്ടെടുത്തു. ഐഎസിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്ന വിഘടനവാദ സംഘടനകൾ രൂപീകരിച്ച് റിക്രൂട്ടിംഗിൽ പങ്കാളിയാകുന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് സാദിഖ് ഭാഷയ്ക്ക് എതിരെയുള്ളത്. സാദിഖ് ഭാഷ ഇയാൾ നിരവധി തവണ തിരുവനന്തപുരത്ത് വന്നു പോവുകയും വട്ടിയൂർക്കാവിൽ രണ്ടാം ഭാര്യ സുനിത സുറുമിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നുവെന്നും വിവരങ്ങൾ ലഭിച്ച തുടർന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള എൻഐഎ സംഘമെത്തി ഇവിടെ റെയ്ഡ് നടത്തിയത്. പോപ്പുലർ ഫ്രണ്ട്, SDPI പോലുള്ള ഭീകര സംഘടനകൾക്ക് സംസ്ഥാനത്ത് ലഭിച്ചിരുന്ന രാഷ്ട്രീയ പരിഗണനയും ഭരണകൂട സംരക്ഷണവും ഇവർക്ക് സഹായകരവുമായി. 2 വർഷം ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സാദിഖ് പലതവണ വട്ടിയൂർക്കാവിൽ വന്നുപോയിട്ടും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല എന്നത് അവിശ്വസനീയമാണ്. രണ്ടാം ഭാര്യയുമായുള്ള തർക്കം പരിഹരിക്കാൻ വന്നതാണെന്ന പ്രതികളുടെ മൊഴി കേരള പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവിചാരിതമായിട്ടാണ് സാദിഖ് ഭാഷ പിടിയിലായതെന്നാണ് പോലീസ് FIRൽ പറയുന്നത്.